അപ്പന് അവന് വേണ്ടായെങ്കിലും, അമ്മയ്ക്ക് അവന് വേണ്ടായെങ്കിലും, ചേട്ടൻ അവന് വേണ്ടായെങ്കിലും സ്വർഗത്തിലെ കർത്താവിന് അവനെ വേണമായിരുന്നു. ചെറിയ ചെറിയ ഞെരുക്കങ്ങളിലും പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യനെ അല്ല, നിന്നെ പോസ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബിന്റെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. 19 മുതൽ താഴോട്ടോട് വായിച്ചേ. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. യാക്കോബ് 3 തൂണുകൾ നിർത്തി. അതിലൊരു തൂണാണ്, 1-ാമത്തെ തൂണാണ് ഇവിടെ വായിച്ച് കേട്ടത്. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഏശാവിൻ്റെ അനുജനാണ്. ഏശാവുമായി ബന്ധത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ ഇസഹാക്ക് തൻ്റെ 2 കുഞ്ഞുങ്ങളെ നന്നായിട്ട് സ്നേഹിച്ചു. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്തു വന്നപ്പോൾ ഏശാവ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഹിത്യരുടെ അടുക്കൽ കടന്നു ചെന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. അതിൽ ഇസഹാക്കിന് അമർഷമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ റിബേക്കയ്ക്ക് അതുമായി ബന്ധത്തിൽ വളരെയധികം അമർഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂത്തവൻ എപ്പോഴും ആ ഫാമിലി ലൈഫ്, വിവാഹം കഴിഞ്ഞതോടുകൂടി ഒരല്പം അകന്ന് നിൽക്കുന്ന രീതിയായിരുന്നു. അമ്മയ്ക്ക് യാക്കോബിനോട് വലിയ സ്നേഹമാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൻ ദൈവത്തെ അറിയാത്ത ഒരു കുട്ടിയെ കഴിച്ചില്ല. മറ്റവൻ മൂത്തവൻ ചെന്ന് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. അതാണ് ഈ അമ്മയ്ക്ക് അവനോടൊരു അമർഷം. നീ കല്യാണം കഴിച്ചു ശരി, പക്ഷെ ദൈവത്തെ അറിഞ്ഞ ഒരു കുട്ടിയെ വ്യവസ്ഥ പ്രകാരം മോശ പിന്നത്തേതിൽ നൽകിയ വ്യവസ്ഥകൾക്ക് മുന്നേ പ്രാരംഭം മുതൽ തന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ചല്ല ദൈവം കൊടുക്കുന്നതാണ്. ആദാമിനും ദൈവമാണ് ഹൗവായെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം തന്നെ നിൽക്കണം. നിനക്കിഷ്ടമുള്ളതല്ല, ദൈവത്തെ അറിഞ്ഞ ദൈവം തരുന്ന ഒരു പെൺകുട്ടിയെ നീ സ്വീകരിക്കണം. അപ്പോൾ ഈ അമ്മയ്ക്ക് മൂത്തവനോട് അങ്ങനെ ഒരു അമർഷം ഈ വിധത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇളയവനോട് കൂടുതൽ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അപ്പൻ ഇളയവനെ കൂടുതൽ സ്നേഹിക്കുന്നതിന് പകരം മൂത്തവനെ കൂടുതൽ. ആരെങ്കിലും ഒരാളൊന്ന് കൈത്താങ്ങണ്ടേ? ആ വിധത്തിൽ അപ്രകാരം തന്നെ അവർ മുമ്പിലേക്ക് വെക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ 2 പേരും തമ്മിൽ അടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവർ 2 പേരും ഇവിടെ നല്ല ആരോഗ്യമുള്ളവരാണ്, എൻ്റെ മുമ്പിൽ കിടന്നവരെ അടിച്ചാൽ 2 പേരും മരിക്കും. അമ്മ ബുദ്ധിയുള്ള അമ്മയായതുകൊണ്ട് അമ്മ പറഞ്ഞു, ഒരുപക്ഷേ ഇവനെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഒരുത്തനെയെങ്കിലും എനിക്ക് കിട്ടും, എനിക്ക് ഏശാവിനെയെങ്കിലും കിട്ടും, മറ്റവൻ എവിടെയെങ്കിലും പോട്ടെ. അവനോട് പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്, നീ എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ മതി, എനിക്കത് സന്തോഷം. പക്ഷേ നീ ഇവിടെ നിന്ന എൻ്റെ 2 മക്കളും എനിക്ക് നഷ്ടപ്പെടും, വിട്ടോ. അവനെങ്ങനെ ഓട്ടിച്ചു വിട്ടു യാക്കോബിനെ. വളരെ വേദനയുണ്ടായിരുന്നു. വളരെ സ്വപ്നം കണ്ട വീട്, അപ്പൻ അമ്മ അവരുടെ ഇടയിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അപ്പൻ തരുന്ന ശാസനകളും ഒരു കുടുംബാന്തരീക്ഷം അവന് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. കയ്യിൽ കിട്ടിയ ഒരു വടിയുമായി അവൻ വേഗത്തിൽ ഓടി.
വേഗത്തിൽ അവൻ ഓടി നേരെ അവൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന പോക്കിൽ സംഭവിച്ച ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. കുറേ യാത്ര ചെയ്തപ്പോൾ അവൻ തളർന്നു, ഒരെത്തും പിടിയുമില്ല, മനസ്സ് തളർന്നു. എപ്പോഴും നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ ശരീരം ഓക്കെയാണ്, ശരീരം ഓക്കെ ആണെങ്കിൽ മനസ്സ് ഓക്കെയാണ്, അല്ലേ? രണ്ടും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒന്നാമതായിട്ട് കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ എന്നുള്ളത് മാനസികമായിട്ട് അവൻ തളർന്നപ്പോൾ തന്നെ ശരീരം കൊണ്ട് അവൻ തളർന്നു. അവൻ ഒരിടത്ത് ചെന്ന് കിടന്നു, ഒരു കല്ലിനെ എടുത്ത് തലയിണയാക്കി വച്ചിട്ട് അവൻ കിടന്നുറങ്ങി ക്ഷീണിച്ച് കിടന്നു. പക്ഷേ അപ്പന് അവന് വേണ്ടായെങ്കിലും, അമ്മയ്ക്ക് അവന് വേണ്ടായെങ്കിലും, ചേട്ടൻ അവന് വേണ്ടായെങ്കിലും സ്വർഗത്തിലെ കർത്താവിന് അവന് വേണമായിരുന്നു. ഈ കൂട്ടത്തിൽ ചിലർക്കൊരു ദൂതുണ്ട്, ആർക്കും നിന്നെ വേണ്ടായെങ്കിലും എൻ്റെ ദൈവത്തിന് നിന്നെ വേണമെന്ന്. ആമേൻ, 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 ആമേൻ. ഏറ്റെടുക്കുന്നവർ കൈയടിച്ചു പറ, എൻ്റെ ദൈവത്തിന് എന്നെ വേണം. ഞാൻ പൂർണ്ണമായി സംതൃപ്തനാണ്. ഇന്നലെ വരെ എൻ്റെ വേദനകളും നിരാശകളും എനിക്ക് മാറി. യാക്കോബേ, നീ ക്ഷീണിച്ചിരിക്കുകയാണ്ട. യാക്കോബേ, നീ വിശന്നിരിക്കുകയാണ്ട. യാക്കോബേ, നിനക്ക് ലക്ഷ്യമില്ലാതെ, എവിടെ പോകണമെന്നറിയാതെ നീ വളരെ പ്രയാസത്തിലാണ്, നീ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു. പക്ഷെ എനിക്ക് നിന്നെ വേണം. ദൈവം പലപ്പോഴും തനിക്ക് ആവശ്യമുള്ളവരെ ഉറക്കത്തിൽ വെറുതെ വിടൂല, ഉറക്കത്തിൽ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന പിശാച് പലപ്പോഴും ദൈവം ഉറക്കത്തിൽ സംസാരിക്കുന്നത് കൊണ്ട്, ദൈവം ഉറക്കത്തിൽ അരുളപ്പാട് കൊടുക്കുന്നത് കൊണ്ട്, ദൈവം ഉറങ്ങിക്കിടക്കുമ്പോൾ ദർശനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് പിശാച് ഉറങ്ങിക്കിടക്കുന്നവനെ പേടിപ്പിക്കും, ഉറങ്ങിക്കിടക്കുന്നവനെ ഭീഷണിപ്പെടുത്തും, ഉറങ്ങിക്കിടക്കുന്നവനെ അവനെ പ്രയാസപ്പെടുത്തും, ഉറങ്ങിക്കിടക്കുന്നവനെ അവനെ ഉപദ്രവിക്കാം, ഉറങ്ങിക്കിടക്കുന്നവനെ അവനെ ഭാരപ്പെടുത്തും. അപ്പൊ ദൈവം നല്ലത് പറയുമ്പോൾ പിശാച് പൊല്ലാപ്പ് പറയും. പിശാച് പറയും, ഞാൻ നിന്റെ അപ്പനെ ഇന്ന ദിവസം കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയും. അപ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വന്ന് ഓടി വന്ന് ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കും, ദൈവദാസന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ. അപ്പോൾ ദൈവദാസന്മാർ എന്താ പറയുന്നത് വെച്ചാൽ, കുഴപ്പമില്ല, നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, സാത്താനാണ് കൊല്ലാൻ വേണ്ടിയിട്ട് ശവപ്പെട്ടിയുമായിട്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റുമായിട്ട് ഒക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നീ ഓടി വന്ന് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ ആ അപകടത്തിൽ നിന്ന് വിടുവിക്കുക. യേശുവിന് നിന്നെ കൊല്ലാൻ ഇഷ്ടമില്ല, യേശുവിന് നിന്നെ അപകടത്തിൽപ്പെടുത്താൻ ഇഷ്ടമില്ല, യേശുവിന് നിന്റെ നന്മയെ നശിപ്പിക്കാൻ ഇഷ്ടമില്ല, നിന്റെ ഉദരഫലത്തെ ഇല്ലായ്മ ചെയ്യാൻ യേശുവിന് ഇഷ്ടമില്ല, നിന്റെ കുഞ്ഞിന് രോഗം വരുത്താൻ യേശുവിന് ഇഷ്ടമില്ല. പിശാചിന് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ, ആ പിശാച് ഉറക്കത്തിൽ വന്ന് നിന്നെ പേടിപ്പിക്കുന്നുവെങ്കിൽ നീ യേശുവിന്റെ സന്നിധിയിൽ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കണം. അങ്ങനെ കർത്താവ് അവന്റെ ഉറക്കത്തിൽ അവൻ ഓടി വന്നിട്ട് അവനോട് സംസാരിച്ചു. മനസ്സ് തകർന്നിരിക്കുന്ന യാക്കോബിനോട് പറഞ്ഞത് ഇപ്രകാരം തന്നെയായിരിക്കുന്നു. സ്തോത്രം. ഒരു വലിയൊരു കോവണി, ആ കോവണിയിൽ ദൈവദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. അതിനർത്ഥം വേറെ ഒന്നുമില്ല, യാക്കോബേ, നീ ഒറ്റയ്ക്കല്ല, ഒരു സിംഹം നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല യാക്കോബേ, ദൈവദൂതന്മാർ നിന്റെ കൂടെയുണ്ട്, ദൈവദൂതന്മാർ നിന്റെ കൂടെയുണ്ട്. നീ നോക്കുമ്പോൾ ഒരു ജോഡി ഡ്രസ്സും ഒരു വടിയും മാത്രമേ നിന്റെ കയ്യിലുള്ളൂ, പക്ഷെ അല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നീ തളർന്നിരിക്കുമ്പോൾ, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഒരു 10 പൈസ നിന്റെ കയ്യിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ കാശുള്ളത് മാത്രമാണോ ദൈവം? ഇല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങളെ അടിച്ച് സ്തോത്രം പറ. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് അഭിമാനം കൊള്ളണം. ദൈവം ഇപ്പോൾ യാക്കോബിന്റെ പേഴ്സിൽ പൈസ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പറഞ്ഞേ, ഉണ്ടോ? ഇല്ല. യാക്കോബിന്റെ കയ്യിൽ ഭക്ഷണപ്പൊതി ഉണ്ടോ? ഇല്ല. അമ്മ പൊതി കെട്ടി കൊടുത്തോ? ഇല്ല. അതിനുള്ള സമയമൊന്നും കിട്ടില്ല, അവൻ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. യാക്കോബിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? യാക്കോബിൻ്റെ പ്രമാണം ഉണ്ടോ? യാക്കോബിൻ്റെ അമ്മ പാസ്ബുക്ക് ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങളിൽ ആരൊക്കെ വന്നിരിക്കും പോലെ തന്നെ, നാളെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നാളെ അരി വാങ്ങിക്കാം എന്ന പോലെയുള്ള രീതിയിൽ ഇതാ അവൻ വന്നിരിക്കുകയാണ്. പക്ഷേ
ദൈവം പറയുന്നു, നിന്റെ ബാഗിൽ അരിയില്ല എങ്കിലും, വ്യഞ്ജനമില്ല എങ്കിലും, കാശില്ല എങ്കിലും, പേഴ്സിൽ പൈസ ഇല്ലെങ്കിലും, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും, പ്രമാണം ഇല്ലെങ്കിലും, ഒരു തുണ്ട് ഭൂമി നിനക്കില്ല എങ്കിലും, നിനക്ക് വീടില്ല എങ്കിലും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സന്തോഷമുള്ളവരൊന്നുകൂടെ കൈയടിച്ചു ദൈവത്തിന്റെ സ്തോത്രം പറ. യേശു കൂടെ ഉണ്ട്, അത് മതി. യേശു കൂടെയുള്ള എല്ലാവർക്കും വസ്തുവും വകയും വേണമെന്നില്ല. യേശു കൂടെയുള്ള ചിലർക്കും വസ്തുവും വകയും ഇല്ലായിരിക്കുക. യേശു കൂടെയുള്ളവർക്ക് സാമ്പത്തികം ചിലപ്പോൾ ഇല്ലായിരിക്കുക. യേശു കൂടെയുള്ള വ്യക്തികൾക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ചേട്ടനും ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ആരും ചിലപ്പോൾ കൂടെ കാണത്തില്ല. പക്ഷെ നമ്മൾ തൃപ്തിപ്പെടണം. യാക്കോബ് പറയുന്നത്, എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ല, അപ്പനും ഇല്ല, അപ്പനും അങ്ങനെയായി, അമ്മയും ഇല്ല, അമ്മയ്ക്കും എന്നെ വേണ്ട, എനിക്കൊന്നുമില്ല, ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം, ഞാൻ എന്തിനു. പക്ഷെ അപ്പോഴും ദൈവം പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്. കോമണി ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിന്റെ ഉണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ട്, സ്വർഗം നിന്റെ കൂടെയുണ്ട്. സ്വർഗവും നീയും തമ്മിൽ വലിയ അകലവും ഇല്ല. അപ്പോൾ സ്വർഗവും ഈ യാക്കോബും തമ്മിൽ അകലമില്ല എങ്കിലും ജ്യേഷ്ഠൻ ചിലപ്പോൾ കാണത്തില്ല, അമ്മ ചിലപ്പോൾ കാണത്തില്ല, ഭർത്താവ് ഭാര്യ ചിലപ്പോൾ കാണത്തില്ല, സാമ്പത്തികം ചിലപ്പോൾ കാര്യത്തില്ല. എങ്കിലും കൂടെയുള്ള ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. കയ്യിൽ പൈസ ഇല്ലാന്ന് വെച്ചുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിക്കല്ലേ. ആമേൻ ആമേൻ. രോഗശാന്തി ഇല്ലാന്ന് വെച്ചോണ്ട് ദൈവത്തെ ഉപേക്ഷിക്കല്ലേ. യേശു ഉണ്ട്. ചിലപ്പോൾ രോഗമായിരിക്കുക, മനസ്സ് ക്ഷീണിച്ചിരിക്കുക, ശരീരം ക്ഷീണിച്ചിരിക്കുക, പക്ഷെ യേശു കൂടെ ഉണ്ടെന്ന്. പലപ്പോഴും ദൈവം തരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ ഞെരുക്കങ്ങളിലും പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ പപ്പാന്ന് വിളിക്കാൻ പലപ്പോഴും മറക്കത്തില്ല. പ്രാർത്ഥനാമുറി ചെന്ന് കഴിഞ്ഞാൽ പപ്പാന്ന് തന്നെ വിളിക്കുന്നു. ആരാധനയ്ക്ക് ചെന്നാലും പപ്പാന്ന് തന്നെ. പക്ഷെ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നീ പിന്മാറി പോകുന്നുവെങ്കിൽ മറക്കരുത്, ഈ പപ്പാന്ന് വിളിക്കാൻ നിനക്കൊരു അവകാശം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി കണക്കാക്കണം. മനസ്സിലായവർ രണ്ട് കരങ്ങളെ അടിച്ചു പറ, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്കൊരു ദൈവമുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരു രക്ഷിതാവുള്ളതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആപത്ത് ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിളിക്കാൻ ഒരു ദൈവമുള്ളതിനായി സ്തോത്രം. ദൈവം തരുന്ന കണ്ടീഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ അംഗീകരിക്കാതെ നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന് നാണക്കേടുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിന് ഭയങ്കര നാണക്കേടുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഒന്നും നീ അനുസരിക്കുന്നില്ല. നീ തണ്ണി അടിച്ചുകൊണ്ട് നടക്കുകയാണ്, നീ കുറ്റിവീടി വലിച്ചുകൊണ്ട് നടക്കുകയാണ്, നീ തെറിയും വിളിച്ച് കൊള്ളരുതായ്മ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നീ പപ്പാന്ന് വിളിക്കുന്നതിന് ഒരു അല്പം പോലും കുറവില്ല. നീ പള്ളിയിൽ വരുന്നതിന് ഒരല്പം പോലും കുറവില്ല. പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒരല്പം പോലും കുറവില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് പറയാ, എൻ്റെ കുട്ടികള് ഹല്ലേലൂയ എന്നോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഇവരുടെ പോക്കനുസരിച്ച് എനിക്ക് കൂടെ നാണക്കേടല്ലയോ. എൻ്റെ സംഭവത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഇപ്പൊ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ കോവണിയുണ്ട്, ദൈവം കൂടെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ അവന് ബോധ്യപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. അങ്ങനെയാണ് ജയിക്കും. ഉടനടി ഒരു കല്ലെടുത്തു. പക്ഷേ കോൺഫിഡൻസ് വരുന്നില്ല. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിലും യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഇവിടെ യാക്കോബ് പറയുകയാണ്. യാക്കോബ് പറഞ്ഞു, ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ഈ പോകുന്ന പോക്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് കഴിക്കാൻ ആഹാരം, എനിക്ക് ധരിക്കാൻ വസ്ത്രം എനിക്ക് മാത്രം പോരാ, എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം അനുഗ്രഹത്തോടെ. എങ്കിൽ ഈ തൂണ് ഇവിടെ ഞാൻ ഒരു പള്ളി വയ്ക്കും. ഞാൻ എനിക്ക് കിട്ടുന്നതിൽ 10% മുഴുവനും ഞാൻ ദൈവത്തിന് കൊടുക്കും, ദശാംശം. ഇതൊരു നേർച്ചയായിരുന്നു. ഈ നേർച്ച പഴയ നിയമത്തിലാണ് യാക്കോബ് പറഞ്ഞത്. എന്നാൽ താൻ ദശാംശം കൊടുക്കാമെന്നും അതോടനുബന്ധിച്ച് താൻ ഒരു പള്ളി പണിയാമെന്നും തീരുമാനിച്ചതോടുകൂടി ഇവൻ പോയ പോക്കെല്ലാം അനുഗ്രഹിച്ചു. ഇവൻ ഭയങ്കര പണക്കാരനായി, ചേട്ടൻ്റെ 100 മടങ്ങ് പണക്കാരനായി. ഇവൻ പോയി വിവാഹം കഴിച്ചു, ഇവന് കുട്ടികളെ ജനിച്ചു. അങ്ങനെ വലിയ ജോലിക്കാരും ആടുമാടുകളും പറവജാതികളും ബഹുസമ്പന്നനായി. അവൻ തിരിച്ചവൻ്റെ വീട്ടിൽ തന്നെ വന്നു. വീട്ടിൽ വരുന്ന സമയത്തിൽ അവൻ്റെ ചേട്ടൻ ആദ്യം
ശത്രു കൊണ്ട് നിന്നു. പക്ഷേ അവൻ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊല്ലാൻ വന്ന ചേട്ടൻ കഴുത്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവർ ഭയങ്കര സ്നേഹത്തിലായി. അങ്ങനെ യാക്കോബ് വലിയൊരു അനുഗ്രഹമായി തീർന്നു. അതിൻ്റെ പിന്നിൽ യാക്കോബ് എടുത്ത 2 തീരുമാനം: 1, ഞാനൊരു ആലയം പണിയും; 2, എനിക്ക് കിട്ടുന്നതിൽ 10 ഭാഗം ഞാൻ ദൈവത്തിനായിട്ട് വേർതിരിച്ച് വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ 2 പോയിൻ്റാണ് യാക്കോബിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. പക്ഷേ ഇതൊരു പഴയ നിയമത്തിൻ്റെതായിട്ടുള്ള ഉപദേശം മാത്രമല്ല. എബ്രായ ലേഖനം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2 മുതൽ മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ വസ്ത്രത്തിൽ 10 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടവർ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങുകയും വാഗ്ദത്തം പ്രാപിച്ചവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിച്ചതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം മൽക്കീസേദക്കിന് ദശാംശം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മൽക്കീസേദക്ക് അതാണ് പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ് മൽക്കീസേദക്ക്. അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. അവൻ സാക്ഷാൽ ദൈവപുത്രൻ. അതാണ് മൽക്കീസേദക്ക് എന്ന് പഴയ നിയമത്തിലെ അബ്രഹാമിന് മുൻപിൽ വന്ന മൽക്കീസേദക്ക് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ അബ്രഹാം കൊള്ളയുടെ 10 ഭാഗം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ കിട്ടിയതിൻ്റെ 10 ഭാഗം മുഴുവനും മൽക്കീസേദക്കിന് കൊടുത്തു. എപ്പോഴും കിട്ടിയതിൻ്റെ 10 ഭാഗം. ഇന്ന് ഞാൻ യാക്കോബിനെ സാമ്യപ്പെടുത്തി യാക്കോബിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പിന്നിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ ദൈവജനത്തിൻ്റെ മേലെത്തട്ടെ. അതിൻ്റെ പിന്നിൽ അവൻ പോയി ലഭിച്ച നന്മയുടെ 10 ഭാഗം ദൈവത്തിനായിട്ട് കൃത്യമായിട്ട് അവർ മാറ്റിവെച്ചു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, അബ്രഹാം ബഹുധനവാനായിരുന്നു. അതിൻ്റെ പിന്നിലൊന്നുണ്ട്. അവൻ ആരാധിക്കുന്നവൻ മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, അവൻ സ്തുതിക്കുന്നവൻ മാത്രമല്ല, അവന് എന്തൊക്കെ ദൈവം കൊടുക്കുന്നോ അതിൻ്റെ 10 ഭാഗം ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്ന അനുഭവം. സഹോദരങ്ങളെ, നിങ്ങളുടെ സമയത്തിൻ്റെ 10 ഭാഗം നിങ്ങൾ ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്നവരാണോ? നിങ്ങൾക്ക് കിട്ടുന്ന നന്മയുടെ 10 ഭാഗം നിങ്ങൾ മാറ്റിവെക്കുന്നവരാണോ? നമ്മൾ യാക്കോബ് ഇത്രത്തോളം അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ, അബ്രഹാം ഇത്രത്തോളം അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവൻ ദശാംശം പ്രാപിച്ചുവെങ്കിൽ, എവിടെ താൻ യുദ്ധത്തിനോ എവിടെ താൻ എന്തിനു പോയാലും എല്ലായിടത്തും വിജയം കരസ്ഥമാക്കിയതിൻ്റെ പിന്നിൽ സാമ്പത്തിക വിഷയത്തിൽ ദൈവസന്നിധിയിൽ താൻ വിശ്വസ്തനായിരുന്നു. സാമ്പത്തികമായ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ കറക്റ്റായത് മുഖാന്തരം സ്വത്രം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, പുതിയ നിയമത്തിലേതായിട്ടുള്ളൊരു നിഴലായിട്ട് തന്നെ അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിൽ അന്ന് ലേവി ഗോത്രം ഇരിക്കുന്നത്. കടിപ്രദേശം എന്ന് വെച്ചാൽ ബ്ലഡ് എന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിൽ സ്വത്രം അന്ന് ലേവി ഗോത്രം ഇരിക്കുന്നതേ ഉള്ളൂ. ലേവി ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജനിച്ചില്ല. പക്ഷെ അതിനു മുമ്പേ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം തന്നെ, വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ അവൻ ദശാംശം കൊടുത്തൊരു ശീലം അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് സ്തോത്രം അവിടെ നമുക്ക് കാണാൻ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു ഉപദേശം മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെ ഉപദേശവും കൂടിയാണ് ദശാംശം എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം പഴയ നിയമത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം രാജാവായിരിക്കുന്നവൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതിനെ കുറിച്ച്. ശൗല് രാജാവായിരുന്നു, പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല ഒരു വ്യവസ്ഥയായിരുന്നു. ഉസിയ രാജാവ് രാജാവായിരുന്നു, എന്നാൽ ശുശ്രൂഷ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ ശൗൽ രാജാവായിരുന്നപ്പോൾ തന്നെ ദൈവദാസൻ വരാൻ ഒരല്പം താമസിച്ചു. രാജാവ് തൻ്റെ കൈ കൊണ്ട് എന്ത് ചെയ്തു? യാഗം കഴിച്ചു. ഉടനടി ആത്മാവ് പറഞ്ഞു, നീ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. നീ യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാം, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തു. പക്ഷെ നീ എടുത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷ, ദൈവത്തിൻ്റെതായുള്ള യാഗം നിന്റെ കൈ കൊണ്ട് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. അവിടെ അവൻ്റെ രാജസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ദശാംശം വാങ്ങാൻ
അബ്രഹാമിന് എങ്ങനെ കഴിയും, അല്ലെങ്കിൽ ക്രിസ്തുവിന് എങ്ങനെ കഴിയും? ക്രിസ്തുവിന് രണ്ടാണ്, അവൻ രാജാവാണ്, അതോടൊപ്പം പുരോഹിതനുമാണ്. അതിൻ്റെ പിന്നിലാണ് ഈ വ്യവസ്ഥയിൽ നിന്ന് ദൈവം ലേവി ഗോത്രത്തിൽ നിന്നല്ല ക്രിസ്തുവിനെ കൊണ്ടുവന്നത്, അവനെ യഹൂദാ ഗോത്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാരുടെ ഗോത്രത്തിൽ നിന്നല്ല യേശുവിനെ കൊണ്ടുവന്നത്, അവനെ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ക്രിസ്തുവിനെ വന്നത്. അതുകൊണ്ട് തന്നെ അവന് രണ്ട് ശുശ്രൂഷകളും ഒരുമിച്ച് ചെയ്യുവാനുള്ള അധികാരം ലഭിച്ചു എന്നുള്ളത് അതവിടെ ഞാൻ അവിടെ അപ്പാടെ നിർത്തിക്കൊള്ളുന്നു. അപ്പോൾ അത് ദൈവം കൊടുത്തൊരു പ്രത്യേകമായ ഒരു അധികാരം തന്നെ ആയിരിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ യഹൂദാ ഗോത്രത്തിൽ തന്നെ ക്രിസ്തു ഗോത്രം മാറി വന്നതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ലേവി ഗോത്രത്തിൽ ജനിക്കാതിരിക്കുന്നിടത്തോളം കാലം എനിക്കിവിടെ ശുശ്രൂഷിക്കുവാനായിട്ടൊന്നും കഴിയപ്പെടത്തില്ല. നിങ്ങൾ പറയും പള്ളിയിൽ അച്ഛൻ്റെ ലോഹയിട്ട ബ്രദറെ പാസ്റ്റർ പ്രസംഗം ഞാൻ കേൾക്കാം, ഇല്ലാത്തിടത്തോളം കാലം ഞാൻ പ്രസംഗമൊന്നും കേൾക്കില്ല, നിങ്ങളെ സുവിശേഷകനായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരു ചേഞ്ചോടുകൂടി വന്നപ്പോൾ നിങ്ങൾക്കൊന്നും പിടികിട്ടിയില്ലെങ്കിൽ ഞാനത് അവിടെ അങ്ങനെ നിർത്തിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. പുതിയ നിയമത്തിൽ എല്ലായിടങ്ങളിലും കർത്താവ് ഈ ദശാംശവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ വ്യക്തമായി പ്രൂവ് ചെയ്തു. ഒന്ന്, അബ്രഹാമിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകളെ എബ്രായ ലേഖനത്തിനകത്ത് വ്യക്തമായി പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ 11 മുതൽ വായിക്കുമ്പോൾ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അല്ലയോ, ഈ ചുങ്കക്കാപ്പുകാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പതാരം, തൈത്ത്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ അതിൽ പതാരത്തിന് പകരം തൈത്ത് എന്ന് പറഞ്ഞാൽ ദശാംശമാണ്. ആ ദശാംശം എന്നാണ് അതിനകത്ത് എഴുതുന്നത്. അതായത് 2 പേർ പ്രാർത്ഥിക്കാം ദൈവാലയത്തിലേക്ക് കടന്നുപോയി. ദൈവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ എന്താ വെച്ചാൽ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. കർത്താവ് പറഞ്ഞു ഉപവസിക്കണം, ഉപവാസം വേണമെന്നാണ് കർത്താവ് പഠിച്ചത്. ഞാൻ നേടുന്നതൊക്കെയും പതാരം കൊടുത്തു വരുന്നു. പതാരം ഞാൻ ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ദശാംശം കൊടുക്കേണ്ടെന്നല്ല യേശു പറഞ്ഞത്, ഉപവസിക്കാൻ കർത്താവ് പറഞ്ഞു. അവൻ 2 കാര്യമേ പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു, ഞാൻ പതാരം കൊടുക്കുന്നു. ഇത് 2 പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ആ പരീശൻ അവിടെ ചെന്നുകൊണ്ട് ദൈവത്തോട്, പക്ഷേ ആ സമയത്ത് പറഞ്ഞത് ശരിയായില്ല, പക്ഷേ അവൻ്റെ ശീലം അതായിരുന്നു. മീൻസ് പുതിയ നിയമത്തിൽ ആ ശുശ്രൂഷ ഉണ്ട്. പുതിയ നിയമത്തിൽ ആ ശുശ്രൂഷ കൃത്യമായിട്ട് എല്ലാവരും പാലിച്ചു വരുന്ന ഒരു ശുശ്രൂഷയായിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. കർത്താവ് ഉപവാസത്തെക്കുറിച്ച് മത്തായി 17:21, ആമേൻ, നിങ്ങൾക്ക് കടുകുമണിയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞോ, അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല, എങ്കിലും പ്രാർത്ഥനയാൽ ഉപവാസത്തിൽ. അപ്പോൾ ഉപവാസത്തെ കർത്താവ് പ്രൊമോട്ട് ചെയ്തു. വീണ്ടും മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, മണവാളം കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളം കൂടെ ഇല്ലാതിരുത്തോളം കാലം അവർ ഉപവസിക്കും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കണ്ട. പക്ഷെ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമ്മൾ ഉപവാസം എടുക്കണം. അപ്പോൾ ഉപവാസത്തെ കർത്താവ് പ്രൊമോട്ട് ചെയ്തു. അതുപോലെയാണ് പതാരം അഥവാ ദശാംശം. ഇത് പുതിയ നിയമത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉപദേശമായിട്ട് തന്നെ കർത്താവ് ഇതിനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നു. മത്തായി സുവിശേഷം 23:23, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരല്ലേ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്താ കർത്താവ് പഠിപ്പിക്കും? നമ്മൾ ഈ ഓടിച്ച് വായിച്ചു വിടുമ്പോൾ ഒന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റിൽ ഭയങ്കര ആത്മാവിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ അടുത്തിപ്പോൾ ഇച്ചിരി ഉപദേശം കേൾക്കുകയാണ്. ഈ ഉപദേശവും ലേഖന ഭാഗത്തിലെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാതെ വരും. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ദൈവം നമ്മളെ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കട്ടിയാഹാരങ്ങളും ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെതായുള്ള സ്ഥിതിയായ ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഉപദേശങ്ങൾ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു ശാസ്ത്രിമാരെ താക്കീത് ചെയ്യുകയാണ്. അന്നത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഇന്നും ഇല്ലേ, ഒത്തിരി പേരില്ലേ. നിങ്ങൾ തന്നെ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് എത്രയോ പേര് പറഞ്ഞു, എടാ ഇവിടെ ഒന്നും പള്ളി ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരെ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അല്ലേ? നമുക്ക് ഉത്തരവുണ്ടോ? ഉത്തരവില്ല അല്ലേ? നമ്മളെ പാരമ്പര്യമായിട്ടുള്ള പള്ളി വിട്ടിട്ടാണോ നീ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമുദായം വിട്ടിട്ടാണോ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്തിൽ നമുക്ക് ആർക്കും ഉത്തരമില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, നമുക്ക് ഉള്ളിൽ മനസ്സിലാക്കാം, ദൈവം നമ്മളെ എവിടെയാണോ നട്ടത് അവിടെ തന്നെ വളരണമെന്ന് നമുക്കൊരു നിർബന്ധമുണ്ട്. അതിനു വേണ്ടിയിട്ട് എത്ര ദൂരമായാലും എത്ര ബുദ്ധിമുട്ട് കഴിഞ്ഞാലും നമ്മൾ ആ വിധത്തിൽ തന്നെ പോകും. ഈ പഠിച്ച യാക്കോബിനെ തന്നെ നോക്കുന്ന സമയത്തിൽ താൻ ശെക്കേമിൽ ചെന്ന് താമസിച്ചു. ശെക്കേമിൽ ചെന്ന് താമസിച്ചപ്പോൾ തന്നെ കുടുംബ പ്രശ്നം ഉണ്ടായി. കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ തൻ്റെ മോള് വേറൊരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി.
തൻ്റെ ആൺമക്കൾ എല്ലാവരും കൂടെ ചെന്ന് അവനെ അടിച്ചു കൊന്നു. സ്തോത്രം. തിരിച്ചു വന്നു. ആകെ പ്രശ്നങ്ങളാണ്. കുടുംബം ആകെ ഛന്ന ഭിന്നമായി പോയി. യാക്കോബിന്ന് നിലവിളിച്ച് കണ്ണീരോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പണക്കാരനൊക്കെ ആയി, പക്ഷേ എൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം ഇല്ലാതെ? അപ്പം ദൈവം പറഞ്ഞു, നിന്നോട് ബഥേലിൽ ചെന്ന് ആരാധിക്കാനാണ്, ബഥേലിൽ പള്ളി വെച്ച് അവിടെ ആരാധിക്കാനാണ് ഞാൻ പറഞ്ഞത്. നീ അതിന് വരെ ശെഖേലും ചെന്ന് ആരാധിച്ച ഞാൻ നിന്നെ വിടുവോടാ, ഓടറാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച ബഥേലിലേക്ക് അവൻ കടന്നു വന്ന് അവിടെ ആരാധിച്ചപ്പോഴാണ് അവൻ്റെ കുടുംബത്തിന് സ്വസ്ഥത കിട്ടിയത്. അബ്രഹാം സ്വന്തം മകനെ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് യാഗം കഴിച്ചാൽ മതി, എനിക്ക് അത്രത്തോളം മാനസിക സംഘർഷമുണ്ട്, മനസ്സെല്ലാം പൊട്ടിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, തന്നെ നിന്നോട് കൽപ്പിച്ച സ്ഥലത്തിലേക്ക് നീ പോകണം. അങ്ങനെ ബൈബിൾ എടുത്തെഴുതിയിട്ടുണ്ട്, തന്നോട് കൽപ്പിച്ച സ്ഥലത്തിലേക്ക്. 3 ദിവസം യാത്ര ചെയ്യണമായിരുന്നു. അവൻ ഇതാ കൊച്ചിനെയും കൊണ്ട് നേരെ ആ ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് ആരാധിക്കാൻ പോയി. ദൈവം തന്നോട് പറഞ്ഞ സ്ഥലത്തിൽ അവിടെ ചെന്ന് അവൻ ആരാധിച്ചപ്പോഴാണ്, ആരാധന കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തരികളെ മണൽ തരികൾ പോലെ ഞാൻ നിന്റെ സന്തതിയെ അത്യന്തം വർദ്ധിപ്പിക്കാം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് വീട്ടിൽ ആരാധിച്ചാൽ അവനത് കിട്ടൂലായിരുന്നു. സ്തോത്രം. ദൈവം അപ്പോസ്തലന്മാര് ശലോമോന്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുന്നത് സ്വാഭാവികമായിരുന്നു. സഭായോഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വളരെയധികം വ്യവസ്ഥപ്പെടണം. കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്താണ്, ഏറ്റവും വലിയ ശക്തിയാണ് കൂട്ടായ്മ ബന്ധം. ആകയാൽ കൂട്ടായ്മ ബന്ധമില്ലാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാന തത്വത്തിലാണ് കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. ഒരു വീട്ടിന് ബേസ്മെൻ്റ് ഇല്ലാതെ എങ്ങനെ, വണ്ടിക്ക് ടയറില്ലാതെ എങ്ങനെ? സ്വതന്ത്രം. ദൈവം അടിസ്ഥാന ഉപദേശത്തിനകത്ത് അവർ കൂട്ടായ്മ ആചരിക്കണം എന്നുള്ളത് ബൈബിൾ വ്യവസ്ഥയാണ്. പഴയ നിയമ ഭക്തനിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സന്നിധിയിലേക്ക് വരണം. അവിടെ നമ്മുടെ ഉദർച്ചാർപ്പണങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ സകലവും സമർപ്പിക്കണമെന്നുള്ളത് ദൈവവ്യവസ്ഥ. ഞാൻ അതൊന്നും പഠിപ്പിക്കാനുള്ള ഭാഗങ്ങളിലേക്കല്ല, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് ഓടിച്ചില്ല. അബ്രഹാമിന് തന്നോട് കൽപ്പിച്ച സ്ഥലത്തിലേക്ക് പോയി. അപ്പോൾ ഈ കപട വ്യക്തിക്കാരായിരിക്കുന്ന ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും നിങ്ങൾക്ക് കാഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം, ഇവയിൽ പതാരം എന്ന് പറഞ്ഞാൽ ദശാംശം, ഇതിനൊക്കെ നിങ്ങൾ ദശാംശം 100 കടു വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 ഗ്രാം ദൈവത്തിന് മാറ്റും. ഉലുവ 100 ഗ്രാം ഉലുവ, 1 കിലോ ഉലുവ വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 ഗ്രാം ഉലുവ ദശാംശം മാറ്റി വയ്ക്കും. 10 കിലോ അരി വാങ്ങിച്ചാൽ 1 കിലോ അരി ദൈവത്തിനായിട്ട് മാറ്റി വയ്ക്കും. ഇതെല്ലാം കൃത്യമായിട്ട് പുതിയ നിയമ വിശ്വാസികൾ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഇതിലെല്ലാം പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ ത്യജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദശാംശം കൊടുക്കാൻ അവന്മാർക്ക് എളുപ്പമാണ്. 10 കിലോ അരി വാങ്ങിച്ചിട്ട് 1 കിലോ അങ്ങ് മാറ്റി വയ്ക്കും. 10 കോഴി മുട്ടയിടുന്ന 10 കോഴി മുട്ട ഇട്ടുമ്പോഴത്തേക്ക് 1 മുട്ട കൃത്യമായിട്ട് മാറ്റും. ജോലി ചെയ്യാൻ പോകുന്ന സമയത്തിലേക്ക് 100 രൂപ കിട്ടുന്ന സമയത്ത് 10 രൂപ എടുത്ത് മിഷൻ ബോക്സിലിടും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കരുണ എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ടില്ല, ന്യായം എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ടില്ല, വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ടില്ല. ഈ പരിപാടികളെല്ലാം കറക്റ്റാണ് ചെയ്തിരുന്നു. പക്ഷേ അത് ദൈവം വേണ്ടാന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്യജിച്ച് കളയുന്നു. അത് ചെയ്യുകയും, ഏതാ? തൈത്ത് ചെയ്യണം. ബൈബിൾ പഠിപ്പിക്കുന്നത് അഥവാ പതാരം അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ദൈവം പറഞ്ഞത്, നീ തൈത്ത് മാത്രം കൊടുത്താൽ പോരാ, നീ കരുണയും വിശ്വസ്തതയും ഒക്കെ നിലനിർത്തണം. ന്യായം, കരുണ, വിശ്വസ്തത, ഇതും കൂടെ നീ മാനേജ് ചെയ്യണം. അതാണ് ദൈവം അവിടെ ഉദ്ദേശിച്ചത്. പരീശന്മാരും ശാസ്ത്രിമാരും കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ അവരിവിടെ ന്യായവും വിശ്വസ്തതയും കരുണയും ചെയ്യത്തില്ല, പക്ഷെ ദശാംശം കൃത്യമായിട്ട് മാറ്റിവെക്കും. അതുകൊണ്ട് യേശു അവിടെ തിരുത്തുകയാണ്, നിങ്ങളത് ചെയ്യണം, എന്നാൽ ഇത് ത്യജിക്കാതെ ഇരിക്കണം. ഈ കരുണയും കൂടെ വരട്ടതില്, ഈ വിശ്വസ്തതയും കൂടെ അതിൽ വരട്ട്. നിങ്ങൾ ഈ പള്ളിക്കാരെ എപ്പോഴും കുറ്റവും പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരെയും പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞ് അവർ ചാടുന്നു, ബഹളം വയ്ക്കുന്നു, ആടുന്നു, ഇവിടെ അടുത്ത പള്ളിയില്ലാത്തതുകൊണ്ട് ദൂരെ പോയിട്ട് ഡാൻസ് കളിക്കുന്നു. അതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ അഭിഷേകത്തിന് ദൈവജനം ആരാധിച്ചപ്പോൾ അവന്മാരും പറഞ്ഞല്ലേ അങ്ങനെയൊക്കെ വന്നടിച്ചു വിറ്റായൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ ഇത്തിരി കരുണ കാണിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതിനേക്കാളും ഇച്ചിരി വിശ്വസ്തത ആചരിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതിനേക്കാളും നിങ്ങൾ വിശ്വസ്തത ആചരിക്ക്. മനസ്സിലാകുന്നു? അപ്പോൾ അതിനർത്ഥം അവരോട് പറഞ്ഞു, നിങ്ങളത് ചെയ്യണം, അത് ചെയ്യുകയും ഇത്
ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന ആ സമയത്തിൽ അവിടെ ഇങ്ങനെയായിട്ട് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശുദാൻ പറഞ്ഞ വാക്ക് ഓർക്കുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്കുണ്ടെന്നുള്ളത് എപ്പോഴും ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സുവിശേഷകന്മാരെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുന്നു. അത് നമ്മൾ വല്ലപ്പോഴൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന നല്ല കാര്യമാണ്. ചില വചനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 13 മുതൽ ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാർ ആകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഈ പൗലൂസിൻ്റെ പുറകെ പോരും. ഇതിനകത്ത് സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സുവിശേഷക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ പൗലൂസിൻ്റെ പുറകെ പോലെ യേശു പറഞ്ഞത് കൂടെ അംഗീകരിക്കണം. യേശു പറഞ്ഞവൻ എന്താണ്? സുവിശേഷ വേലക്കാരൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. അപ്പോൾ ഇതൊരു ഉപജീവനത്തിൻ്റെ പരിപാടിയാണെന്ന് ഇനി പറയരുത്. യേശു പറഞ്ഞു, ഇതുകൊണ്ട് ഉപജീവിക്കണം, ഇതുകൊണ്ട് ഉപജീവിക്കണം, ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. എന്തിനാ കർത്താവ് പറഞ്ഞു? ഞാനിത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പൗലൂസിന് കൂടാതെ പണി ചെയ്യാനുള്ള അനുവാദമൊക്കെ കൊടുത്തു. പുള്ളിക്കാരൻ വേറെ പണിക്കും പോയിട്ട് സുവിശേഷ വേല ചെയ്തു. പക്ഷേ ആമേൻ, ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചോളണം എന്ന് പറഞ്ഞു. എന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് ഉപജീവിക്കുന്നു, നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. സ്തോത്രം, 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 സ്തോത്രം. മനസ്സിലായില്ല? നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ എന്തോ ഇരിക്കും? കർത്താവ് പിടിച്ചത് ഹൃദയം ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ഹൃദയം ഇരിക്കും. നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷം കൊണ്ട് നീ ജീവിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിന്റെ മനസ്സ് മുഴുവനും സുവിശേഷത്തിലായിരിക്കണം, നിന്റെ ഹൃദയം മുഴുവനും സുവിശേഷത്തിലായിരിക്കണം. സ്തോത്രം. നാളെ നിങ്ങളൊരു പാർട്ടി സമ്മേളനത്തിന് എന്നെ പിടിച്ച് ലീഡറാക്കാന്ന് വിളിച്ച് എന്നെ വിളിച്ചു നോക്ക്, ഞാൻ വരില്ല. നിങ്ങൾ എന്നെ പിടിച്ചൊരു കമ്പനിയുടെ മാനേജരാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് 1 ലക്ഷം രൂപ സാലറി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല. എന്താ? എൻ്റെ ഹൃദയം എവിടെ? ഇവിടെ എവിടെയോ ഉണ്ട്. ഈ ഹൃദയം ഇവിടെ കളഞ്ഞിട്ട് വേറെ എവിടെ പോകാൻ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, യേശു പറഞ്ഞ സുവിശേഷകൻ സുവിശേഷം കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ ശ്രദ്ധ വേറെ ഒന്നിലും പോകരുത്. നീ ഇതിൽ തന്നെ നിൽക്കണം. ഈ കൂട്ടത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ദൈവസഭ നാം മനസ്സിലാക്കണം, ദൈവത്തോട് മറുതലിക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. നമ്മൾ ആരും ജയിക്കത്തില്ല. തോറ്റ് തുന്നം പാടിയിട്ട് വന്ന് ജയം പ്രാപിച്ച വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്നത്. ആകയാൽ ആമീൻ, കർത്താവ് പറഞ്ഞു, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പനയാണ്, യേശുവിൻ്റെ അഭിപ്രായമല്ല, യേശുവിൻ്റെ കൽപ്പനയാണ്. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. എങ്കിലേ നിനക്ക് അതിനോടൊരു ആത്മാർത്ഥത വരത്തുള്ളൂ, എങ്കിലേ അതിനോടൊരു സ്നേഹം നിനക്ക് വരത്തുള്ളൂ, എങ്കിലേ അതിനോട് നിനക്കൊരു സമർപ്പണം വരത്തുള്ളൂ, എങ്കിലേ അതിൽ നിന്റെ മനസ്സ് മുഴുവനും അതിലിരിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ അതൊരു സൈഡ് ബിസിനസ് ആകും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന സുവിശേഷ വേലക്കാർ, ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷക്കാർ, വേറെ ഒന്നിലോട്ട് തിരിയരുത്, ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ പോകരുത്. യേശുവിൻ്റെ ഇഷ്ടം നീ ഇതുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ, നീ വിയർപ്പോടെ പ്രസംഗിക്കുമ്പോൾ 10 പേര് തരുന്ന സ്വോത്രക്കാഴ്ച അതെടുത്ത് കഴിക്കുമ്പോൾ നിനക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കപ്പെടാ. നീ ഉറക്കമില്ലാതെ ഊണ് കഴിക്കാതെ നീ കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ച് ദൈവജനത്തിന് ഒരാൾക്കൊരു വിടുതൽ മേടിച്ചു കൊടുക്കുമ്പോൾ അവരിതൊന്ന് 50 രൂപ സ്വോത്രക്കാഴ്ച അതെടുത്തൊരു നാരങ്ങുള്ള നീ കുടിക്കണമെന്നാണ് യേശുവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. അല്ലാതെ നിനക്ക് എവിടെന്നെങ്കിലും വേറെ വരുമാന മാർഗങ്ങളുണ്ട് എങ്കിൽ നിനക്ക് ഇതിനകത്തൊരു പാഷൻ വരത്തില്ല. ഇതിനകത്ത് നിനക്ക് ഒരിക്കലും ഒരു വിധത്തിലേക്കും നിനക്കൊരു ആത്മാർത്ഥത വരത്തില്ല. യേശുവിനതറിയാം. യേശു പറഞ്ഞു, സുവിശേഷകൻ സുവിശേഷം കൊണ്ട് ജീവിക്കണം. മനസ്സിലാകുന്നു? ഇത് മനസ്സിലാക്കിയിട്ടാണ് ദൈവം ഏലിയാവിനെ സുവിശേഷത്തിന് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു സാറപത്തിലെ വിധവയ്ക്ക് പെട്ടെന്നൊരു അപ്പോയിൻമെൻ്റ് അടിച്ചു കൊടുത്തു. എന്താ അവൾ ചെയ്ത ജോലി? പുള്ളിക്കാരത്തി അവന് ശാപ്പാട് കൊടുത്തു, തീറ്റ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. വിശ്വാസികളിലൂടെ ദൈവം സുവിശേഷകന്മാരെ നടത്തും. സുവിശേഷകന്മാരെ ഒന്നിനും കുറവില്ലാതെ ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സുവിശേഷത്തിലെ ഭാഗവാക്കുകളാകുമ്പോൾ, അത് ദൈവം വച്ചിരിക്കുന്ന ചില സിസ്റ്റമാണ്.
നിങ്ങൾക്ക് വേർവിട്ടിരിക്കാൻ പറ്റത്തില്ല, വിശ്വാസികൾക്ക് മാറി നീക്കാൻ പറ്റത്തില്ല. നിങ്ങളും ആ സുവിശേഷത്തിനകത്ത് നിങ്ങൾ പോലും അറിയാതെ ഇൻവോൾവ് ആകുന്നതിൻ്റെ പിന്നിൽ യേശു കർത്താവ് ചില സിസ്റ്റം അതിനകത്ത് ചെയ്തു വച്ചിട്ടുണ്ട്. അത് അതുപോലെ പോകത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. സ്വന്തം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നല്ലെന്ന് പഠിപ്പിച്ച ശേഷം മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മൾ 13-ാമത്തെ വാക്യമാണ് നേരത്തെ വായിച്ചത്. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷ നിമിത്തം 14-ാം വാക്യം. 7-ാം സ്വന്തം ചെലവിൻ്റെ മേൽ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് ഈ ദശാംശവുമായി ബന്ധപ്പെട്ട് ദൈവസഭയുടെ സുവിശേഷ വേലക്കാരെയും കണക്ട് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു പടയാളിയാണ് സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ, ഒരു പടയാളിയാണ്. സുവിശേഷകന് ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു പടക്കളത്തിൽ പടയാളിയോട് സാമ്യപ്പെടുത്തിയിട്ടാണ്. 1 കൊരിന്ത്യർ 9:7 സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൽ പാല് കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യരുത്. ഒരു പടയാളിയോട് സാമ്യപ്പെടുത്തി ഒരു സുവിശേഷകരെ നിർത്തിയിട്ട് ദൈവം പറഞ്ഞത്, അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ല സുവിശേഷ വേല ചെയ്യേണ്ടത്. ആമേൻ. അവനവൻ്റെ കരങ്ങളിൽ ദൈവം തരുന്ന ആ നന്മയെ ഉപയോഗിച്ച് സുവിശേഷ വേല ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നിനും മുടക്കമില്ലാതെ കുറവില്ലാതെ നടത്തിക്കൊണ്ടിരിക്കും. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് ഫലം അവരല്ലാതെ മറ്റാരാണ് ഉപയോഗിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഇല്ല, അവർക്ക് തന്നെയാണ്. ഒരു അപ്പോസ്തലനെ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെടുമ്പോൾ അവർക്കത് ചെലവഴിക്കുവാനും അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കപ്പെടുന്നത്. 1 പടയാളിയോട് സാമ്യപ്പെടുത്തി. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഇനി അടുത്ത സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയിട്ട് ദൈവം പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിലും കുറേ സുവിശേഷ വേലക്കാർ ഈ കൂട്ടത്തിലുണ്ടല്ലോ, എങ്കിലും സുവിശേഷ വേലക്കാരൻ്റെ ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയിക്കണം. എന്താണ്? ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി നീയും കഷ്ടം. സുവിശേഷകൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് കഷ്ടം സഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എന്നോടുകൂടെ എന്താണ്? കഷ്ടം സഹിക്കുക. ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? കഷ്ടം സഹിക്കണം എന്നുള്ള. ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അടുത്ത 4-ാം വാക്യം, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. അപ്പൊ ആരെയാണ് ഒരു സുവിശേഷകൻ പ്രസാദിപ്പിക്കേണ്ടത്? ആരെയാ? പട ചേർത്തവനെ. ചെറുതും വലുതുമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന സഹോദരങ്ങളെ, ഭവനങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, വേണ്ടപ്പെട്ടവരെ, നിങ്ങൾ ഏത് ദിവസമാണ് ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യനെയല്ല, നിന്നെ പോസ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട്. നിന്നെ പോസ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും പ്രസാദിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളെ നിയന്ത്രിക്കുവാൻ ഒരു പക്ഷേ മനുഷ്യൻ വന്നു എന്ന് വരത്തില്ല, മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നെന്ന് വരത്തില്ല. പക്ഷേ സ്വർഗത്തില് ആമീൻ 2 നഗ്ന നേത്രങ്ങളുണ്ട്. ഏത് കോൺക്രീറ്റ് വ്യക്തിയെയും തുളച്ചു വരുന്ന കണ്ണ്, ഏത് ഷീറ്റിനെയും തുളച്ചു വരുന്ന കണ്ണുണ്ട്. നീ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നോ? എന്തെങ്കിലും വ്യക്തമായി ചെയ്യുന്നോ? അതോ നീ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നോ? കമ്മിറ്റിക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നോ? വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നോ? അതോ നീ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ നീ ചെയ്യുന്നതെന്ന് നിനക്ക് മാർക്കിടുന്ന ഒരു ദൈവമുണ്ട്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും അവരവരുടെ ജീവനകാര്യങ്ങളിൽ ഇടപെടരുത്. ഒരു സുവിശേഷ വേലക്കാരെയും നിങ്ങൾ കുറ്റം പറയരുത്. കുടുംബം നോക്കുന്നില്ല, പിള്ളേരുടെ കാര്യം നോക്കുന്നില്ല, അല്ല എങ്കിൽ കല്യാണത്തിന് വരുന്നില്ല, അല്ലെങ്കിൽ ടൂറ് വരുന്നില്ല, അല്ല എങ്കിൽ സ്വോത്രം നമ്മുടെ അടുത്ത് കൂടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല എന്ന് ദൈവദാസന്മാരെ ആരെയും പറയരുത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ജീവനകാര്യങ്ങളെക്കാളും അവനവൻ്റെ സ്വന്തം കാര്യങ്ങളെക്കാളും അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക.
മനസ്സിലായവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. ഞായറാഴ്ച ഒരു ദിവസം 100 കാര്യം വരും. ആരെയും പ്രസാദിപ്പിക്കാൻ പോകരുത്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. അല്ലെങ്കിൽ ഇന്ന് കല്യാണം വന്നെന്നിരിക്കുക, ഇന്ന് ചിലപ്പോൾ ഭവന പ്രതിഷ്ഠ വന്നെന്നിരിക്കുക, ബന്ധുക്കൾ വന്നെന്നിരിക്കുക, സ്വന്തക്കാർ വന്നെന്നിരിക്കാം. ഇല്ല, നിന്നെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാതൊരു ജീവന കാര്യത്തിലും ആരും ഇടപെടരുത്. യേശു കർത്താവ് നമുക്ക് ആമേൻ ജോലിക്കായിട്ട് നമ്മളെ വിളിച്ചുവെങ്കിൽ, യേശു കർത്താവ് തന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ചുവെങ്കിൽ നമ്മൾ ആ ജോലി വിശ്വസ്തയോടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജീവന കാര്യങ്ങളെക്കാളും വലുത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. അതാണ് സുവിശേഷ വേല. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ത്യാഗസമ്പൂർണമാണ്. ആ ത്യാഗം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ലെവലിലേക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട്, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിട്ട് അതിനകത്ത് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏത് വാക്യം? അതെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന സമയത്തിൽ രണ്ടാമത് എഴുതിയിരിക്കുന്നു, മുന്തിരിത്തോട്ടമുണ്ടാക്കി 9:7 മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാറ്. 2 സുവിശേഷ വേലക്കാരൻ ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. അവൻ അടുത്ത ദൈവം ലൈസൻസ് കൊടുക്കുന്നു ആ തോട്ടത്തിൻ്റെ പഴം ഭക്ഷിക്കാൻ, ആ തോട്ടത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ദൈവം അവന് അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? സ്വത്രം മത്തായി 20:4 നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായി തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ആമേൻ ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. മൂന്നാമതായിട്ട് ഒരു ഇടയനോട് സാമ്യപ്പെടുത്തിയാണ് ഒരു സുവിശേഷ വേലക്കാരനെ സമീപപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ സുവിശേഷം 21 എൻ്റെ ആടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ പാലിക്കുക. ഇങ്ങനെ ഈ വിധത്തിൽ സുവിശേഷ വേലക്കാരുടേതുള്ള കുറേ ഭാഗങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവരെ ദൈവം വേർതിരിച്ചു വെച്ചിരിക്കപ്പെടുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യത്തിൽ നോക്കി നടത്താൻ, ഒരാടുകളെ ഇടയനെ പോലെ നോക്കി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു രാജ്യത്തെ സൂക്ഷിക്കുന്നത് പോലെ ഒരു പടയാളിയായിട്ട് ദൈവമാക്കി വയ്ക്കിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ യുദ്ധക്കളത്തിൽ പോരാടുന്ന പടയാളികൾക്ക് സാമ്യമാണ്. അവർ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനോട് സാമ്യമാണ്. അവർ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ശാസിക്കാനും അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അവരൊരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. ചെറുകുറുക്കന്മാർ ആ തോട്ടത്തിനകത്ത് പ്രവേശിക്കാതെ വണ്ണം അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട തോട്ടത്തിൻ്റെ ഉടമസ്ഥരായിരിക്കപ്പെടുകയാണ്. ആ സഭയ്ക്കകത്ത് എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും നിങ്ങൾ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിനെന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അതവിടെ വ്യക്തമായി 10-ാമത്തെ വാക്യം മുതൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ല എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പഴിയിരിപ്പിൻ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ വിധത്തിൽ തന്നെ സഭയെ ദൈവം ആക്കി വെച്ചിരിക്കപ്പെടുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കെട്ടുറപ്പും അതിൻ്റെതായുള്ള ചില സിസ്റ്റംസിനകത്ത് ദൈവം നിർത്തിയിരിക്കും. അതൊരു തോട്ടമാണ്, അതൊരു രാജ്യമാണ്, അതോടനുബന്ധിച്ച് അതൊരു ആട്ടിൻകൂട്ടമാണ്. അതിനെ പാലിക്കുന്നത് ഒരു ശ്രേഷ്ഠ ഇടയനുണ്ട്. അതിൻ്റെ കീഴിൽ ദൈവം സാധാരണ മനുഷ്യനാകുന്ന ഇടയന്മാരെ ആക്കി വച്ചിരിക്കപ്പെടുമ്പോൾ ആ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യാക്കോബ് എടുത്ത തീരുമാനം യാക്കോബിനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. യാക്കോബ് പറഞ്ഞ ആ തൂണ്, യാക്കോബ് നാട്ടിയ ഒരു തൂണ് പുതിയ നിയമത്തിൻ്റെ സഭയാണ്. ഒരു വ്യക്തിയെ ദൈവം കഷ്ടത്തിലൂടെ ദുഃഖത്തിലൂടെ നടത്തിവിട്ടത് ഒരു സഭയുടെ ഉത്ഭവത്തിന് കാരണമായി തീർന്നു. ഷേക്കേമിൽ ചെന്ന് അവൻ താമസിച്ചപ്പോഴും ദൈവം വിടാതെ ബഥേലിൽ തന്നെ കൊണ്ടുവന്ന് ദൈവം ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു പ്രദേശത്തെ മാർക്ക് ചെയ്തിട്ടിരുന്നു. അവിടെ യാക്കോബിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആരാധനയെ ആലയത്തെ പണിത് ഉയർത്തിയെടുത്തത് പോലെ തന്നെ ഈ ദിവസങ്ങൾ നിങ്ങളെയും ദൈവം ദേശത്തിലൊരു വിളക്കാക്കി ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.